നമുക്കിനി പഠിക്കാനുള്ളത് ക്ലോൺ എന്നൊരു ഓപ്ഷനെ പറ്റിയാണ്. അത് നമുക്ക് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോൺ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റിന്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോൺ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യാം. ടീപോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വർക്ക് ചെയ്യാനായിട്ട് വ്യൂപോർട്ടിനെ മാക്സിമൈസ് ചെയ്യുകയാണ്. മാക്സിമൈസ് ചെയ്തു. മോഡിഫൈയിൽ പോയപ്പോൾ ഇത് ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിൽ നമുക്ക് കാണുന്നു. നമുക്ക് ആദ്യമായി ഇതിനെ സ്മൂത്ത് ചെയ്യണം. ക്ലിക്ക് ചെയ്യുക. നമുക്ക് റേഡിയസ് അല്പം കൂട്ടിക്കൊടുക്കാം. ടീപോട്ടിന് ഞാൻ റേഡിയസ് കൂട്ടിക്കൊടുത്തു. മൗസിന്റെ സെന്റർ ബട്ടൺ വീൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാൻ ചെയ്ത് താഴേക്ക് വെച്ചു. അതിനുശേഷം സെഗ്മെന്റ് എന്നുള്ളത് 4 ആണ്. ഈ സെഗ്മെന്റ് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് ടീപോട്ട് സ്മൂത്ത് ആയിട്ട് മാറുന്നതായിരിക്കും. ഞാനിപ്പം 4ൽ കിടക്കുന്ന സെഗ്മെന്റ് കൂട്ടി വലിയൊരു എമൗണ്ടിലേക്ക് കൊടുക്കുക. 40 കൊടുത്തു. 4 മാറ്റി 40 ആക്കി. 40 ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ടീപോട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി എനിക്കിതിനെ ഓർബിറ്റ് ചെയ്യണം. ഓർബിറ്റ് ചെയ്യാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസിന്റെ സെന്റർ വീൽ ബട്ടൺ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഓർബിറ്റ് ആവുമെന്ന് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഓർബിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഓർബിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കിളിനകത്ത് ഇതുപോലെ ഒരു സിമ്പൽ നമുക്ക് ഇവിടെ വരും. സർക്കിളിനകത്ത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിനെ നമുക്ക് ഇതുപോലെ ഓർബിറ്റ് ചെയ്യാവുന്നതാണ്. 2 രീതിയിൽ നമുക്ക് ഓർബിറ്റ് ചെയ്യാം. ഇത് മനസ്സിലാക്കിയിരിക്കുക. 2 രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ ഓർബിറ്റ് ചെയ്യാം. ഇതിനെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസിനെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്ലോൺ എന്താണെന്ന് പരിചയപ്പെടാം. എഡിറ്റിൽ പോവുക. ഇപ്പോൾ നമ്മൾ ക്ലോണ് ഹൈഡ് ആയി കിടക്കുവാണ്. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോവുക. ക്ലോൺ ഓപ്ഷൻ എടുക്കുക. ക്ലോൺ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കോപ്പി എടുക്കുക എന്നാണ്. ക്ലോൺ എടുക്കുക. 3 തരത്തിലുള്ള കോപ്പി തന്നെ 3 രീതിയിൽ നമുക്ക് എടുക്കാം. കോപ്പി ആയിട്ട് എടുക്കാം, ഇൻസ്റ്റൻസ് ആയിട്ട് എടുക്കാം, റെഫറൻസ് ആയിട്ട് എടുക്കാം. ആദ്യമായി നമുക്ക് കോപ്പി എടുത്ത് നോക്കാം. കോപ്പി എടുക്കുന്നതിനായിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം മൂവ് ടൂള് ഓൺ ചെയ്യുക. അതിനുശേഷം ഈ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിലേക്ക് മാറ്റി നമ്മൾ കോപ്പി എടുത്തു. ഈ രീതിയിൽ നമ്മൾ കോപ്പി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കോപ്പി എന്നുള്ള ഓപ്ഷനാണ് എടുത്തത്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ഞാനൊരു കോപ്പി എടുക്കുകയാണ്. എഡിറ്റില് ക്ലോൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കോപ്പിയിലിട്ട് തന്നെ ഞാൻ ഒരു ഓപ്ഷൻ ഇങ്ങോട്ട് വേറെ ഒരു കോപ്പി ഞാൻ എടുത്തു വെച്ചു. ഓക്കെ, ഇനി ഇതിനെ പോയിട്ട് വീണ്ടും ഞാൻ കോപ്പി എടുക്കുകയാണ്. ക്ലോൺ എടുത്തു. ഇനി ഇൻസ്റ്റൻസ് എടുക്കുകയാണ്. ഇൻസ്റ്റൻസിനകത്ത് ക്ലിക്ക് ചെയ്തു ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇങ്ങോട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി വെക്കുകയാണ്. വീണ്ടും ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. എഡിറ്റില് ക്ലോൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി നമുക്ക് എടുക്കാം. ഞാൻ 3 ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ക്ലിക്ക് ചെയ്തു. ഞാൻ വീണ്ടും എഡിറ്റിൽ പോയിട്ട് ക്ലോൺ എടുക്കുകയാണ്. ഞാൻ റെഫറൻസ് എന്നുള്ള ഓപ്ഷൻ ഇട്ട് എടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ 3 കോപ്പി എടുത്തു. ഇത് 3ഉം സെയിം തന്നെയാണ്, കോപ്പി തന്നെയാണ്. ഇത് ഇതിന്റെ കോപ്പി, ഇത് ഇതിന്റെ ഇൻസ്റ്റൻസ്, ഇത് ഇതിന്റെ റെഫറൻസ്. 3 രീതിയിൽ നമ്മൾ എടുത്തു. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ഇത് നമ്മൾ കോപ്പിയാണ് എടുത്തത്, ഇത് ഇൻസ്റ്റൻസ് ആണ് എടുത്തത്, ഇത് റെഫറൻസ് ആണ് എടുത്തത്. കോപ്പി എടുത്തതിൽ ഞാനിതിനെ സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ സൈസ് വലുതാക്കുന്നു. നമ്മൾ ഏതിന്റെ സൈസ് ആണോ വലുതാക്കുന്നത് അത് മാത്രം വലുതായി കിട്ടി. ഇതിന് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. ഈ രണ്ടാമത്തെ ശ്രദ്ധിക്കുക. രണ്ടാമത്തതിന്റെ സൈസ് ഞാൻ വലുതാക്കിയപ്പോൾ രണ്ടിനും ഒരേ സമയത്ത് തന്നെ ഒരേ രീതിയിൽ ഇതിനെ സൈസ് വലുതാക്കുമ്പോൾ രണ്ടാമത്തെ ടീപോട്ടിലും സൈസ് വലുതായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കുക. ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിന്റെ സൈസ് മാറുന്നു. ഇതിനെ ഞാൻ ഇത് വലുതാക്കുമ്പോൾ ഇത് കൂടെ മാറുന്നു. ഞാൻ തൽക്കാലത്തേക്ക് ഇതിനെ അൺഡു ചെയ്യാണ്. അൺഡു ചെയ്ത് പഴയ രീതിയിലാക്കി. ഇതിനെ നമ്മൾ സൈസ് ചെയ്തപ്പോൾ രണ്ടും കൂടെ വലുതായി. ഓക്കെ,
ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇതിനെ സൈസ് ചെയ്യുമ്പോൾ ഇത് വലുതാക്കിയാലും ഇതും വലുതാകുന്നു, ഇത് വലുതാക്കുമ്പോൾ ഇത് വലുതാകുന്നു, ഇത് വലുതാക്കുമ്പോൾ ഇതും വലുതാകുന്നു. ഇതാണ് നമ്മൾ ഇൻസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പിയിൽ നമ്മൾ ഒരെണ്ണം വലുതാക്കി കഴിഞ്ഞാൽ മറ്റേത് വലുതാകത്തില്ല, അതുപോലെ തന്നെ നിൽക്കുന്നതാണ്. അതാണ് കോപ്പി. ഇൻസ്റ്റൻസിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും ഇത് വലുതാകുമ്പോൾ ഇതും വലുതാകും കൂടെ. ഇതാണ് നമ്മൾ വലുതാക്കുന്നതെങ്കിൽ ഇതിന്റെ സൈസാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നതെങ്കിൽ മറ്റേതിന്റെ സൈസും ഇതുപോലെ വ്യത്യാസപ്പെടുന്നതായിട്ട് കാണാം. ഇനി റെഫറൻസ് നോക്കാം. റെഫറൻസിനകത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ സൈസ് വലുതാക്കുമ്പോൾ ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ ഇതിന്റെ സൈസ് വലുതാക്കുമ്പോൾ ഇപ്പുറത്തുള്ളതിന്റെയും സൈസ് വലുതാകുന്നതായി കാണാം. പക്ഷെ തിരിച്ച് ഇതിന്റെ സൈസ് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇത് ഓപ്ഷൻ ഒന്നും കാണിക്കുന്നതല്ല. ഇതാണ് റെഫറൻസ്. കോപ്പിയും ഇൻസ്റ്റൻസും റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ എല്ലാ വർക്കിലും ഇതും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. കോപ്പി ചെയ്യുമ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒബ്ജക്റ്റ് സൈസ് വലുതാക്കുമ്പോൾ കോപ്പിക്കൊന്നും സംഭവിക്കുന്നില്ല. ഇൻസ്റ്റൻസിലെ കോപ്പി ചെയ്തതിന് ശേഷം സൈസ് വലുതാക്കുമ്പോൾ കോപ്പി എടുത്ത ഒബ്ജക്റ്റിന്റെയും സൈസ് വലുതാകുന്നു. തിരിച്ചും ഇതിന്റെ സൈസ് വലുതാക്കുമ്പോൾ തിരിച്ചും അത് വലുതാകുന്നു. റെഫറൻസിലാണെങ്കിൽ ഇതിന്റെ സൈസ് വലുതാക്കുമ്പോൾ വലുതാകുമെങ്കിലും പക്ഷെ ഇതിന്റെ സൈസ് നമ്മൾ വലുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കിട്ടുകയില്ല. ഇതാണ് കോപ്പിയും ഇൻസ്റ്റൻസും റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മൾ ക്ലോൺ ഓപ്ഷൻ. ക്ലോൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോപ്പിയാണ്. ഇനി നമുക്ക് നോർമലായിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഇതൊന്നുമില്ലാതെ ഷോർട്ടായിട്ട് നമുക്ക് പെട്ടെന്നൊരു കോപ്പി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ചെറിയ ബോക്സ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതിന്റെ കോപ്പി എടുക്കണം. കോപ്പി എടുക്കാനായിട്ട് ഇതിനെ ഇങ്ങനെ വരുമ്പോൾ മൗസ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പൊ മൂവ് ടൂൾ ഇവിടെ വന്നു. ഇനി കോപ്പി അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യിച്ചാൽ നമുക്ക് കോപ്പി കിട്ടുന്നതായിരിക്കും. ഷിഫ്റ്റിൽ പ്രസ് ചെയ്യുക, ഷിഫ്റ്റിൽ പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും, കോപ്പി വേണമെങ്കിൽ നമുക്ക് കോപ്പി എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ റെഫറൻസ് ആണ് വേണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നീക്കുക, വീണ്ടും ഓപ്ഷൻ വരും. നമുക്ക് ഇൻസ്റ്റൻസ് വേണമെങ്കിൽ ഇൻസ്റ്റൻസ് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി കഴിഞ്ഞാൽ റെഫറൻസ് ആണ് വരുന്നതെങ്കിൽ റെഫറൻസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് കോപ്പിയും ഇൻസ്റ്റൻസും റെഫറൻസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരെണ്ണം ചെയ്ത് നോക്കാം. ഞാൻ ഒരു ചെറിയ ബോക്സ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്പിയർ ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു ചെറിയ സ്പിയർ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് അടിച്ചു. അതിനുശേഷം മൂവ് ടൂൾ എടുത്തു. എനിക്ക് കോപ്പി എടുക്കണം. കോപ്പി എടുക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ കോപ്പി എടുക്കുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എടുത്തു. അവർ എത്ര കോപ്പി വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് എത്ര 35 കോപ്പി ഞാൻ കൊടുത്തു. ഓക്കെ. ഇങ്ങനെ റോയിൽ നമുക്ക് 35 കോപ്പി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ സൈഡിലേക്ക് കോപ്പി എടുക്കണമെങ്കിലും നമുക്ക് ഇതുപോലെ എടുക്കാം. സെലക്ട് ചെയ്തു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. നമ്പർ ചോദിക്കുന്നു. ഞാനൊരു 10 കൊടുക്കുകയാണ്. 10 കൊടുത്തു. ഓക്കെ കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് കോപ്പി എടുക്കാം. ഇതിന്റെ പക്ഷെ ഇതും തമ്മിലുള്ള അതേ വ്യത്യാസം തന്നെയാണ് ഈ രണ്ട് ബോളുകൾ തമ്മിൽ. ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് അങ്ങ് ലാസ്റ്റ് വരെയും കാണുന്നത്. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് Z ഡയറക്ഷനിൽ കോപ്പി എടുക്കണമെങ്കിലും ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യാം. എത്ര കോപ്പി വേണമെന്ന് നോക്കുക. 5 കോപ്പി ഞാൻ എടുക്കുകയാണ്. 5 കോപ്പി എടുത്തു. ഈ രീതിയിൽ നമുക്ക് കോപ്പി എത്ര വേണമെങ്കിലും നമുക്ക് കോപ്പി എടുക്കാവുന്നതാണ്. ഈ നമ്മൾ മൂവ് ടൂൾ വെച്ചാണ് നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്തത്. അതല്ലാതെ നമുക്കിനി സ്കെയിൽ ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്. ഈ രണ്ട് ടൂൾ വെച്ച് നമുക്ക് ഇതുപോലെ കോപ്പി എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഒരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ റൊട്ടേറ്റ് ടൂൾ എടുത്തു. ഇതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഞാൻ കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തു. ഞാനൊരു കോപ്പി ഇത് ചെയ്തു. ഇനി എനിക്ക് ഇതിനെ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഓപ്ഷൻ എടുക്കുക, വലുതാക്കി കൊടുക്കുക, മൂവ് ചെയ്യുക.
ഈ രീതിയിൽ നമ്മൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഈ സൈസിൽ ഒരു കോപ്പി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുക്കുമ്പോഴും സ്കെയിൽ ചെയ്യുമ്പോഴും റൊട്ടേറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഈ ക്ലോൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പൊ സ്കെയിൽ ചെയ്ത് കോപ്പി എടുത്ത് റൊട്ടേറ്റും ചെയ്തു, സ്കെയിലും ചെയ്തു. ഇനി നമുക്ക് സ്കെയിൽ ചെയ്ത് മറ്റൊരു കോപ്പി എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ സ്കെയിൽ ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യുക. ക്ലോൺ വേണോ? ഞാൻ ആദ്യം പറഞ്ഞ കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് ഇതെല്ലാം ഈ ഓപ്ഷനുകളിലെല്ലാം ബാധകമാണ്. എനിക്കിപ്പോൾ തൽക്കാലം ഒരു കോപ്പി മതി. ഞാൻ മൂവ് ടൂൾ എടുത്തു, അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഇതിന്റെ കോപ്പി എടുത്ത് മാറ്റിവെച്ചു. ഈ രീതിയിൽ നമുക്ക് മൂവ്, സ്കെയില്, റൊട്ടേറ്റ് ഇത് എല്ലാം നമുക്ക് ഇതേ ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിറർ എന്താണെന്ന് പരിചയപ്പെടാം. ഇത് തന്നെ മിറർ എടുക്കുന്നതും കോപ്പിയുടെ മറ്റൊരു രൂപമാണ്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു മിറർ എടുക്കുകയാണ്. ഈ ടീപോട്ടിന്റെ ഒരു മിറർ എടുക്കുകയാണ്. അത് ശ്രദ്ധിക്കുക. മിറർ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിറർ ഓപ്ഷൻ ഇവിടെ കിട്ടും. ടൂൾസിൽ മിറർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിററിന്റെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ മിറർ ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ സെറ്റ് ഈസ് എംപ്റ്റി എന്ന് കാണിക്കുന്നു. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം മിറർ ഓൺ ചെയ്യുക. മിറർ എന്ന് പറഞ്ഞാലും കോപ്പി തന്നെയാണ്. നമ്മുടെ ആക്സിസ് നോക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഞാൻ എക്സ് ആക്സിസിലേക്ക് മിറർ ചെയ്യാൻ പോവാം. എക്സിൽ കൊടുത്തു, അതിനുശേഷം നോ ക്ലോൺ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് എത്ര ഡിസ്റ്റൻസിൽ മാറണം എന്നുള്ളതാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. നോ ക്ലോണിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മിററായിട്ട് മറ്റൊരു ഒബ്ജക്റ്റ് കിട്ടത്തില്ല. നമുക്ക് ഒരു കോപ്പി ഇതിനകത്തൊന്നും മിററാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ കോപ്പി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക. ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അത് മിററായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. നമ്മൾ എക്സ് ഡയറക്ഷനിൽ മിറർ ചെയ്യും. ഇനി ഞാൻ മറ്റൊരു ഡയറക്ഷനിൽ മിറർ ചെയ്യാൻ പോകണം. ക്ലിക്ക് ചെയ്യുക, മിറർ ടൂൾ ക്ലിക്ക് ചെയ്യുക, വൈയിൽ ക്ലിക്ക് ചെയ്യുക. വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയറക്ഷനിലാണ് വൈ വരുന്നത്. വൈയിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. ഈ കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് ഇത് എല്ലാം നമ്മൾ മുമ്പ് പഠിച്ച അതേ ഫംഗ്ഷൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി വൈ ഡയറക്ഷനിൽ ഞാൻ കോപ്പി എടുക്കുകയാണ്. കോപ്പി എന്നുള്ള ഓപ്ഷൻ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് കോപ്പി കിട്ടൂ. അല്ലെങ്കിൽ ഇൻസ്റ്റൻസോ റെഫറൻസോ ഇടണം. നോ ക്ലോണിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് കോപ്പി എടുക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ഈ രീതിയിൽ കോപ്പി എടുക്കാം. മറ്റ് ഡയറക്ഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിയായി. ഇതിനുശേഷം നമുക്ക് മറ്റൊരു ഡയറക്ഷൻ ഇതിനെ എടുക്കുക, മിറർ ചെയ്യുക, ഇസഡ് ഡയറക്ഷൻ കൊടുക്കുക. അതിനുശേഷം നോക്കി ഇസഡ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ ഇസഡ് ഡയറക്ഷനിൽ കൊടുക്കുകയാണ്. നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിപ്പോ പോസിറ്റീവ് വാല്യൂ ആണ്. ഞാൻ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇനി വീണ്ടും ഞാൻ മിറർ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇസഡ് ഡയറക്ഷനിൽ ഇടുക. ഇസഡ് ഡയറക്ഷനിൽ ഇട്ടിട്ട് ഇത് മുകളിലേക്ക് കൊടുക്കുക. മിററാണ് നമ്മൾ എടുക്കുന്നത്, ശ്രദ്ധിക്കുക. മിറർ എടുക്കുക കേട്ടോ. മിറർ എടുത്ത് നമുക്ക് ഈ രീതിയിൽ മിറർ എടുക്കുക. ഇതിൽ മുകളിലോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ മുകളിലേക്ക് പോവുകയും താഴേക്ക് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മിറർ എടുക്കുന്നത്. ഇത് നമ്മൾ ഇസഡിൽ മിറർ എടുത്തു. അതുപോലെ തന്നെ ഇനി 3 ഓപ്ഷൻസ് വേറെ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് മിറർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡയറക്ഷനിൽ XY കൊടുക്കുക. XY കൊടുത്ത് കോപ്പിയിലിട്ട് നിങ്ങൾക്ക് മിറർ എടുത്ത് നോക്കാവുന്നതാണ്. ഇത് വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മിറർ എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ YZ എടുത്താലും നമുക്കിടാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മിറർ ചെയ്ത് നോക്കാവുന്നതാണ്. മിറർ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ജനൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ മിറർ ചെയ്ത് മറ്റേ സൈഡിലേക്ക് നമ്മൾ വിൻഡോ നീക്കിക്കൊണ്ട് പോകുന്നതാണ്. അതിനാൽ ശ്രദ്ധിച്ച് മൂവ്, കോപ്പി, റൊട്ടേറ്റ് പഠിക്കുക. അതുപോലെ തന്നെ കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് എന്താണ്, മിറർ എന്താണെന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറുപടി തരുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.